ഹലോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മെഡോവിക് റഷ്യൻ ഹണി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ 150 ഗ്രാംസ് ഓഫ് ഷുഗറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 120 ഗ്രാം നമ്മൾ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം 100 ഗ്രാംസ് ഓഫ് ബട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെയ്യാം, ഡയറക്റ്റ് ഹീറ്റും ചെയ്യാം. അപ്പം ഒരു ലോ ടെമ്പറേച്ചറിൽ, ഒരു ലോ ഹീറ്റിൽ മെൽറ്റാക്കണം. മെൽറ്റായ ശേഷം നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇടുന്ന അനുസരിച്ച് അത് നമ്മൾ ഇളക്കി കൊടുത്ത അനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ചായി വരും. നമുക്ക് അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതേസമയം നമുക്ക് ഒരു 450 മുതൽ 480 ഗ്രാമോളം മൈദയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇത് 1 കിലോ കേക്കിന് വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുക. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടി ചേർക്കുക. ഞാനത് വീഡിയോയിൽ ചേർത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ചൂടാറിയ നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് 3 മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. അറ്റ് എ ടൈമിൽ ഒരു എഗ്ഗ് വെച്ച് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മൊത്തവും മിക്സ് ചെയ്ത ശേഷം നമ്മൾ അവിടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ആ ഒരു വിസ്ക് വെച്ച് ചെയ്യാം. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തിക്ക് കൺസിസ്റ്റൻസി, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ആദ്യം കൈ ഇതിനൊക്കെ ഒട്ടുന്നത് പോലെ തോന്നും. പക്ഷേ ആ ഒരു ചൂട് മാറി ഒന്ന് ജസ്റ്റ് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഞാനത് മൊത്തം ഒന്ന് ആറിയ ശേഷം ഞാൻ അലൂമിനിയം ഫോയിൽ അത് മൊത്തം ഇട്ട് കൊടുത്ത ശേഷം ഞാനത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് തണുപ്പിച്ചെടുക്കും. അപ്പം ഇപ്പം തന്നെ ഓൾറെഡി ആ ഒരു കുറച്ച് കട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ടിയായി കുറച്ച് പരത്തിയെടുക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ അത് നേരെ, ഞാൻ നോർമലി ചെയ്യാറെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്ര നോക്കും. അപ്പം ഒരു 8, 9, 10 ലെയർ അങ്ങനത്തെ അത്രയും ലെയേഴ്സാണ് നമുക്ക് നോർമലി കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫില്ലിങ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി അല്ല, വെറും നൈസായിട്ട് തിന്നായിട്ടുള്ള ഒരു ലെയേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ മൊത്തത്തിൽ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കും. അതിനെ ഞാനിപ്പോൾ 8 ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈക്വൽ പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് അത് നല്ല രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ട് ഇത് ഓരോന്നും നമ്മൾ നല്ല രീതിയിൽ പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ വിചാരിക്കും കുറച്ച് കട്ടി വേണമെന്ന്, പക്ഷേ അങ്ങനെയല്ല, വെറും നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനിപ്പം നമ്മൾ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടാതെ കറക്റ്റ്ലി കിട്ടും. പിന്നെ അത് പരത്തി നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഓരോ ബട്ടർ പേപ്പറിലും നമ്മൾ ഇതിനൊക്കെ ഞാൻ ജസ്റ്റ് ആക്കി ഓരോന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 8 പീസും കറക്റ്റായിട്ട് നല്ല പരത്തി ഇതണക്ക് ഞാൻ പറഞ്ഞില്ല, വെറും തിന്നരിയണം. കാരണം ഞാൻ അതിന് തൊട്ട് മുമ്പ് ചെയ്ത സമയത്ത് കുറച്ച് കട്ടി വരുമ്പോഴത്തേക്കും കേക്കിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാർഡാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ മാക്സിമം നമ്മൾ തിന്നായിട്ട് പരത്തുക. എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം അത് കളയരുത്, അത് ഉരുട്ടി വെക്കുകയും ചെയ്യരുത്. കാരണം അതാണ് പിന്നെ നമ്മൾ ബേക്ക് ചെയ്തിട്ട് നമുക്ക് പൊടിയായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും പരത്തിയിട്ട് ഇത് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് മൊത്തവും ഇങ്ങനെ കുത്തി കൊടുക്കുക. ആ സൈഡിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്തതായിട്ടുള്ള പീസസ് എല്ലാം കൂടി ഞാൻ ഇതേപോലൊരു ട്രേയിലോട്ട് ഇട്ടിട്ട് ഞാനത് സെപ്പറേറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കും. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം ഞാനൊരു 5 to 6 മിനിറ്റ്സ് എടുത്തു അതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സോക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ സിറപ്പിനകത്ത് ഹണി ചേർത്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും 1:2 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. അതായത് ഇപ്പം 1 കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമിനകത്തോ ഫ്രഷ് ക്രീമിനകത്തോ നമുക്ക് ചേർക്കാന്ന് പറയുന്നത് ക്രീം ചീസാണ്. ക്രീം ചീസും അത് സെപ്പറേറ്റ് തന്നെ ബീറ്റ് ചെയ്യുക. ക്രീം ചീസും അതേപോലെ തന്നെ അതിനകത്തോട്ട് നമ്മുടെ ഐസിങ് ഷുഗർ, അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീമിന് വേണ്ടിയിട്ട് 200 ഗ്രാം ക്രീം ചീസാണ്. ആ ഒരു 200 ഗ്രാം ക്രീം ചീസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 250 ഗ്രാംസ് ഓഫ് ഐസിങ് ഷുഗറാണ്. ക്രീം ചീസും ഐസിങ് ഷുഗറും സെപ്പറേറ്റ് തന്നെ ബീറ്റ് ചെയ്ത ശേഷമാണ് വിപ്ഡ് ക്രീമിലോട്ട് നമ്മളിത് ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ലെയേഴ്സിലൊന്നും സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യത്തില്ല. ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഫിനിഷ് ചെയ്തെടുക്കുക. കാരണം ഇതിന് പുറത്തിന് ക്രംസ് വരും. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇപ്പം നേക്കഡായിട്ട് ചെയ്യേണ്ടവർക്ക് നേക്കഡായിട്ട് തന്നെ ചെയ്യാം. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റ് ചെയ്യുന്നതും അതൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ അതാണ് ഇതിലൊന്നും ആഡ് ചെയ്യാത്തത്.
അങ്ങനെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ലെഫ്റ്റ് ഓവർ വന്ന ഡോ ഇല്ലേ അത് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ലതുപോലെ ഇതിനൊക്കെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് വരും. അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ല് കേട്ടോ പൊടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിന് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവും കേട്ടോ. അപ്പോൾ ഇതണക്ക് തന്നെ എല്ലാം നല്ല സൈഡിലും ഇതണക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡിൽ കവർ ചെയ്യേണ്ടവർക്ക് സൈഡിൽ കവർ ചെയ്യാം. നോർമലി സൈഡിൽ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനക്ക് പൊടി അരിച്ചിടുന്ന കണക്ക് നമുക്ക് ഇടാനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ബോർഡിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ മാക്സിമം മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം ടേക്കൺ പ്രോസസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്ഷമയോടെ തന്നെ അത് ചെയ്തെടുക്കണം. അതേപോലെ ഇങ്ങനെ പൊടി സ്പ്രെഡ് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് കേക്കിനൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കുറവാണ്. ഫ്രഷ് ഫ്രൂട്ട്സ് വല്ല സ്ട്രോബെറീസോ ബെറീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ കസ്റ്റമർ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് നോർമലി എല്ലാവരും ഹണിയും ഒക്കെ അങ്ങനെ വെച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വിപ്ഡ് ക്രീമിൽ ഇതിനകത്ത് ഡിസൈൻ കൊടുക്കുക എന്ന് തന്നെ വളരെയധികം പാടാട്ടോ. ഇങ്ങനെ ഇളകി ഇങ്ങനെ വരും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ മുകളിലൊക്കെ ചെയ്തെന്ന് പറയുന്നത് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്താണ്. കാരണം ഇതിങ്ങനെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.